എല്ലാ പേർക്കും ഇഷാന ഡിസൈൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഒരു ചുരിദാർ കട്ട് മോഡലിൽ നൈറ്റിയുടെ കട്ടിംഗ് ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ സ്റ്റിച്ചിങ് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റുമെങ്കിൽ ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. നമുക്ക് ഞാൻ XXL സൈസിലുള്ള ഒരു ചുരിദാർ കട്ട് മോഡൽ നൈറ്റിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് എനിക്കൊരു 185 രൂപ റേറ്റിംഗ് ഉള്ള തുണിയാണ് കേട്ടോ. 3 മീറ്ററാണ്. ഞാൻ ഇത് 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ഫോൾഡിങ് ഭാഗം നമ്മുടെ സൈഡിലാണ്, ഓപ്പൺ ഭാഗം 4 പീസ് മറു സൈഡിലാണ്. ഇവിടെയും ഫോൾഡിങ് ആണ്. ലെന്ത് ഞാൻ ഫുൾ എടുക്കുന്നതുകൊണ്ട്, നല്ല ലെങ്ത് ഉള്ള ഒരാൾക്ക് ആയതുകൊണ്ട് ഫുൾ ലെന്ത് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു XXL സൈസിലുള്ള നൈറ്റിയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അളവുകളൊക്കെ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ XXL സൈസിന് ഷോൾഡർ 8 ഇഞ്ചാണ് കേട്ടോ എടുക്കാൻ പോകുന്നത്. ഷോൾഡർ 8 ഇഞ്ച്. അത് കഴിഞ്ഞിട്ട് ആം ഹോള് 8.5. ഷോൾഡർ 8, ആം ഹോൾ 8.5. അപ്പം നമ്മൾ ഇവിടെ ഒന്ന് നോക്കണം, 8 ഇഞ്ച് തന്നെ ഇവിടെ ഉള്ളതെന്ന് നോക്കണം, അല്ലെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്ത് വരപ്പോൾ അത് മാറിപ്പോവും. കണ്ടോ? ഇനി നമുക്കിവിടെ ചെസ്റ്റ് മാർക്ക് ചെയ്യാം. നമ്മുടെ ചെസ്റ്റ് എന്ന് പറയുന്നത് XXL ആകുമ്പോഴത്തേക്ക് 46 ആണ്. അപ്പോൾ 12ആണ് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം ഞാൻ 12 ഒരു 12 2 ഇഞ്ച് സീവ് അലവൻസും കൂടെ ഇട്ടിട്ടുണ്ട്. എന്തറിയാമോ, ഇത് ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്ക് പിന്നീട് ഇടാൻ വേണ്ടിയിട്ടും കൂടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തയ്യൽ തുമ്പ് കൂടുതൽ ഇട്ടേക്കാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ 2 ഇഞ്ച് ഇടുന്നത്. നിങ്ങൾ 1 ഇഞ്ചോ 1.5 ഇഞ്ചോ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ 14 ഇഞ്ച് എടുത്തിട്ടുണ്ട്. 12 ചെസ്റ്റും 2 ഇഞ്ച് പിന്നെ തയ്യൽ തുമ്പുമായിട്ട് 14 ഇഞ്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ നോക്കണം, 8 ഇഞ്ച് ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. 8.5 8.5 ഉണ്ടോ എന്ന് നോക്കണം. 8.5 ഉണ്ട്. ഇതാണ് കറക്റ്റ് അളവ്. ഇത് തയ്യൽ തുമ്പ്. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ വേസ്റ്റ് ലെന്ത് അടയാളപ്പെടുത്തണം. വേസ്റ്റ് ലെന്ത് എത്രയാണ്? 14 അല്ലെങ്കിൽ 14 റേഞ്ച് എടുക്കാം. നല്ല ഹൈറ്റുള്ള ആളായതുകൊണ്ട് നമുക്ക് 14 എടുക്കാം കേട്ടോ. എന്നിട്ട് ഇനി അവിടുത്തെ വണ്ണം നമ്മൾ മാർക്ക് ചെയ്യണം. വേസ്റ്റ് എത്രയാണോ അതിൻ്റെ കൂടെ, വേസ്റ്റിൻ്റെ ലെന്തിൻ്റെ കൂടെ വേണം നമുക്ക്. ഇപ്പം നമ്മൾ വേസ്റ്റിൻ്റെ ലെന്ത് മാർക്ക് ചെയ്തായിരുന്നല്ലോ. അപ്പം വേസ്റ്റ് നമുക്ക് ചെസ്റ്റ് എത്രയാണോ അതിൻ്റെ കൂടെ 1 ഇഞ്ച് കുറച്ചാൽ മതി. കാരണം നമുക്ക് സാധാരണ അങ്ങനെയാണ് എടുക്കുന്നത്. പക്ഷെ ഇവിടെ ഞാൻ 12 ഇഞ്ച് തന്നെ എടുക്കാൻ പോകുന്നു. വെച്ചാൽ ഇത് പ്രഗ്നൻ്റ് ആയതുകൊണ്ട് അവർക്ക് വയറ് വരുമ്പോഴത്തേക്ക് അത് പിന്നെ അഴിച്ച് കളയണം. തയ്യൽ തുമ്പ് നമ്മൾ കൂടുതലായിട്ട് അഴിച്ച് കളഞ്ഞിട്ട് അവിടെ വന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ വേസ്റ്റും 12ആണ് കേട്ടോ എടുക്കുന്നത്. ഇവിടെയും 14 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് അപ്പം ഇനി ഇവിടെയും 14, ഇവിടെ വേസ്റ്റ് നിങ്ങളാണെങ്കിൽ 1 ഇഞ്ച് കുറച്ചെടുത്തോണം ചെസ്റ്റിനെക്കാട്ടിലും. ഞാൻ അതേ അളവ് തന്നെ എടുത്തു. 2 ഇഞ്ച് ഇവിടെയും തയ്യൽ തുമ്പിട്ടു. ഇനി നമുക്ക് ഈ വേസ്റ്റ് അടയാളപ്പെടുത്തേണ്ട ആവശ്യമില്ലെങ്കിൽ നമുക്കിതൊന്ന് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് വളച്ചിട്ട് ഇങ്ങനെ അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് മാർക്ക് ചെയ്ത് പോയാൽ മതി കേട്ടോ. ഫുൾ അങ്ങ് മാർക്ക് ചെയ്താൽ മതി. അതങ്ങ് കാണിക്കുന്നില്ല, നേരെ അങ്ങ് അറ്റം വരെ അങ്ങ് മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ നെക്കൊന്ന് നമുക്ക് നെക്ക് വിടുത്ത് ഒന്ന് മാർക്ക് ചെയ്യാം. പിന്നെ നമുക്ക് നെക്ക് ബാക്ക് നെക്ക് നമുക്ക് ഇത് സെപ്പറേറ്റ് ചെയ്തതിനു ശേഷം ബാക്ക് നെക്ക് കട്ട് ചെയ്യും. ഫ്രണ്ട് നെക്കിൽ നമ്മൾ ഡിസൈൻ വെക്കുന്നത് കൊണ്ട് അതിപ്പോൾ കട്ട് ചെയ്യണ്ട. അപ്പോൾ നമുക്ക് ആം ഹോളൊന്ന് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് 1.5 ഇഞ്ച് ഇങ്ങനെ വരച്ചിട്ട് നമ്മളിതിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുക ഇതുപോലെ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ് പ്രഗ്നൻ്റ് ആയത് കൊണ്ടാണ് ഇത്രയും വണ്ണത്തിലും തയ്യൽ തുമ്പും കൂടുതൽ ഇട്ടേക്കുന്നത്. നിങ്ങൾ കുറച്ചെടുത്തോണം. ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് പിന്നെ ബാക്ക് നെക്ക് കട്ട് ചെയ്യാം. ഞാൻ ബാക്ക് നെക്ക് കട്ട് ചെയ്തത് വീഡിയോ എടുത്തായിരുന്നു, പക്ഷേ ക്യാമറ ഓഫായി പോയിരുന്നത് കൊണ്ട് അത് വീഡിയോ ആയിട്ട് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് പറഞ്ഞു തരാം. നമ്മൾ ബാക്ക് പീസ് മാത്രം എടുക്കണം. ഫ്രണ്ട് പീസ് മാറ്റി വെച്ചിട്ട് ബാക്ക് എടുത്തിട്ട്
ഞാൻ നെക്കിൻ്റെ ലെന്ത് 4.5 എടുത്തു. 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ പോയിട്ട് 4 വരും. നെക്കിൻ്റെ വീതി വിടുത്തെന്ന് പറയുന്നത് 3.5 ഞാൻ ക്രോസ് പീസ് വെച്ച് തയ്ക്കുന്നത് കൊണ്ട് നമ്മൾ 4 ഇഞ്ച് കുറച്ച് 3.25 എടുത്ത് ഇത് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. 3.25 നെക്കിലെന്ന് 4.5 4 3.5 നമുക്ക് വന്നോളൂ നെക്ക് വിടുത്ത്. അപ്പോൾ ഇതിനെ അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇത്രയും ഭാഗമാണ് സ്ലീവ് കട്ട് ചെയ്യുന്നത് വരുന്നത്. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ നമ്മൾ ആം ഹോളിൽ നിന്നാണ് അളന്നെടുക്കുന്നത്. അത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, മുമ്പുള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നായിരുന്നു. നമ്മൾ എങ്ങനെയാണ് സ്ലീവിന് എത്ര വീതി വേണം നമ്മൾ എടുക്കുന്ന തുണിക്കെന്ന് അറിയാനായിട്ട് ഇങ്ങനെ ആം ഹോൾ വെച്ചേക്കുക. വച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ അളന്നെടുക്കണം. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്രയാണ് സ്ലീവിന് ലെന്ത് വേണ്ടതെന്ന്. ഇത് 13.5 എനിക്ക് വേണ്ടത്. 1/2 ഇഞ്ച് ഷോൾഡർ ജോയിനിങ് പോയിട്ട് 13 ഇഞ്ച് മതിയാവും. അപ്പോൾ നമുക്കിത് കിട്ടുമോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ സൈഡിലുള്ള പീസുകൾ നമ്മൾ ജോയിൻ ചെയ്യേണ്ടി വരും. നമുക്ക് ഇതാണ് നമ്മൾ കട്ട് ചെയ്തതിൽ ബാക്കിയുള്ള ഭാഗം ഇത്രയാണ്. നമുക്ക് അളന്ന് നോക്കാം ഇത് എത്ര കിട്ടുമെന്ന്. ലെന്ത് നമുക്ക് കിട്ടുമായിരിക്കും. ലെന്ത് ഇതാ 9 ഇഞ്ചോളം കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ല. പക്ഷെ വിഡ്ത്ത് എത്രയാണ്, നമുക്കൊരു 7.25 കഴിയുമ്പോൾ അഷ്ടിച്ചൊരു 7.5 കിട്ടുന്നുള്ളൂ. പിന്നെ വീണ്ടും വേണം നമുക്ക് 13 ഇഞ്ചോളം. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് പീസ് ഞാൻ ജോയിൻ ചെയ്യേണ്ടി വരും കേട്ടോ. മറ്റേത് നമ്മൾ ചെയ്യും പോലെ അതുപോലെ വരും, ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ നോക്കാം, ജോയിൻ ചെയ്ത് വരുമ്പോൾ എന്നിട്ടും 12.5 ഉള്ളൂ. നമുക്കിത് കൂടുതൽ തുണികൾ സൈഡിൽ നിന്നൊക്കെ ജോയിൻ ചെയ്തെടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അത് സ്ലീവ് കട്ടിങ് നമുക്ക് സ്റ്റിച്ചിങ് പാർട്ടിൽ കാണിക്കാം. കാരണം എന്തെന്നറിയാവോ, നമുക്ക് ഇത് ജോയിൻ ചെയ്തതിന് ശേഷം മാത്രമേ ഇത് കട്ട് ചെയ്യാൻ പറ്റൂ. ഇതങ്ങോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്കിനി ഫ്രണ്ട് പീസിൽ ഡിസൈൻ ചെയ്യണം. പക്ഷെ ഫ്രണ്ട് പീസിൽ ഡിസൈൻ ചെയ്യാൻ നമുക്ക് എന്തുണ്ട്, നമുക്ക് ഇതിൽ തുണിയില്ല. കാരണം തയ്യൽ തുമ്പ് ഒരുപാട് ഇട്ടു. നമുക്ക് വേറൊരു പീസ് വെച്ചിട്ട് വേണം ഇതിൽ ഡിസൈൻ ചെയ്തെടുക്കാൻ. പിന്നെ നമുക്ക് ഇതിൻ്റെ നെക്ക് കട്ട് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ ഇതിൽ എന്തെങ്കിലും ഒരു ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അതെനിക്ക് തോന്നുന്നു ഇതിൽ വൃത്തികേടായി പോകുന്നൊരു തോന്നുന്നു. അതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ട് ഒരു സിബ് വെച്ച് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അതുകൊണ്ട് നെക്ക് ഞാനിപ്പോൾ കട്ട് ചെയ്യുകയാണ് കേട്ടോ. ഇതിൻ്റെ മുമ്പ് ഞാൻ പറഞ്ഞത് നമുക്ക് വേറൊരു പീസ് വെച്ച് ഡിസൈൻ ചെയ്യണം. വേറൊരു പീസ് നമ്മളിതിൽ ഏത് പീസ് വെച്ച് വൈറ്റ് പീസ് വെച്ചാലും അത് ഒരു വൃത്തികേടായി പോകും. പിന്നെ ഇതിലുള്ള വേറെ ഏതെങ്കിലും കളർ വെച്ചാലും ഇതിൻ്റെ ഇതേ ടൈപ്പിലുള്ള വേറെ കളറിലുള്ള ഈ തുണി പീസ് വെച്ചാലും എനിക്ക് തോന്നുന്നത് വൃത്തികേടായി പോകുമെന്ന് കണ്ടോ, മാച്ച് ആകുന്നില്ല. അതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ട് ഇതിനെ ചെയ്യാൻ പോവുകയാണ്. ഇതേ നമ്മൾ നെക്കിനെ കട്ട് ചെയ്തിട്ട് ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് സിബ് വയ്ക്കുന്നു. പിന്നെ 2 സൈഡിലും ഓപ്പൺ താഴ്ഭാഗത്ത് ഇടുന്നുണ്ട്, അതും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇപ്പം നെക്ക് കട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നെക്ക് ഇവിടെ ഞാൻ 6 എടുക്കുന്നത്. ഷോൾഡർ ജോയിൻ പോയിട്ട് 5.5 കിട്ടും. നെക്കിൻ്റെ വിടുത്ത് നമ്മൾ 3.25 ബാക്കിലെടുത്തത്, അതുപോലെ ഇവിടെ എടുക്കണം. നമുക്ക് ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 3.5 കിട്ടിക്കോളും. ഇവിടെ നെക്ക് 6 എടുക്കുന്നത്. ഷോൾഡർ ജോയിൻ പോയിട്ട് നമുക്ക് 5.5 കിട്ടും. ഒരു റൗണ്ട് നെക്ക് തന്നെയാണ് ഞാൻ ഇവിടെയും വരയ്ക്കുന്നത് കണ്ടോ. ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ കട്ട് ചെയ്യാൻ പോവുകയാണേ. ഇത് വേറെ ഏത് പീസ് വെച്ചാലും ഇതിൻ്റെ ഈ നൈറ്റിയുടെ ഭംഗിയും കൂടെ പോകും. അതുകൊണ്ടാണ് ഞാൻ വയ്ക്കാത്തത് കേട്ടോ. ഞാൻ എല്ലാം വെച്ച് നോക്കി, അപ്പോൾ മാച്ച് ആകുന്നില്ല. ഇനി നമുക്ക് ഇതിൽ തന്നെ നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്യാം. ഇതിൻ്റെ നെക്കിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ള ക്രോസ് പീസ് ഇതിൽ വെച്ച് തന്നെ നമുക്ക് കട്ട് ചെയ്ത് ഇതിനെ കോണായിട്ട് വെട്ടുക. എന്നിട്ട് നമുക്കിങ്ങനെ പക്ഷേ നമുക്ക് ഈ തുണി തികഞ്ഞില്ലെങ്കിൽ അകത്ത് ക്രോസ് പീസ് അകത്തോട്ട് പോകുന്നത് കൊണ്ട് നമുക്ക് ഏത് കളറിലുള്ളതായാലും കുഴപ്പമില്ല, അകത്തോട്ടല്ലേ പോകുന്നത്. അതുകൊണ്ട് വേറെ ഏതെങ്കിലും കളറായാലും കുഴപ്പമില്ല. മാക്സിമം ഇതിൽ കിട്ടുന്നത് നമുക്ക് എടുക്കാം. കണ്ടോ, ഇത്രയാണ് ഞാൻ ക്രോസ് പീസ് കട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് സ്റ്റിച്ചിങ് പാർട്ടാണ്. അപ്പോൾ ഞാൻ അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. സ്റ്റിച്ചിങ് കൂടെ ഇതിൽ കാണിച്ചാൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. അപ്പോൾ എല്ലാവരും ഷോർട്ട് വീഡിയോ കാണാനല്ലേ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് 2 പാർട്ടായിട്ട് ഇടുന്നത് കേട്ടോ. ഇനി അപ്പോൾ ഇതിൻ്റെ നെക്ക് വയ്ക്കണം, സിബ് വയ്ക്കണം, സൈഡ് ഓപ്പൺ വയ്ക്കണം. അപ്പോൾ അതൊക്കെ കുറച്ച് പണിയുണ്ട്. അപ്പോൾ അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. അതുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇപ്പോൾ ഇതിന് നമ്മൾ എല്ലാ ഇത് ഫ്രണ്ടായി
ഇത് ഫ്രണ്ടിൽ വയ്ക്കാനുള്ള ക്രോസ് പീസായി. ഇതാണ് ബാക്ക് പാർട്ട്. അതിന് ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ ഈ സ്ലീവിൻ്റെത് മാത്രമാണ് ഞാൻ പറയാത്തത്. അപ്പോൾ അത് സ്ലീവ് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം. അത് നമുക്ക് സ്റ്റിച്ചിങ് പാർട്ടിൽ കാണിക്കാം കേട്ടോ. ഞാൻ ജോയിൻ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് തികയത്തില്ല. നമ്മളിവിടെ ഇങ്ങനെ കുറച്ചധികം പീസുകൾ ഇവിടെയൊക്കെ കുറച്ച് പീസുകൾ നമുക്ക് വയ്ക്കേണ്ടി വരും. വെച്ചാൽ മാത്രമേ ഇത് സ്ലീവ് തികയത്തുള്ളൂ. കാരണം 3 മീറ്റർ തുണി നമുക്ക് മാക്സിമം ഇത്രയേ കിട്ടത്തുള്ളൂ. അത് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കാൻ വേണം നോക്കുക. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നമുക്കിനി ഇത് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ട് കാണാം. അപ്പം അടുത്ത സ്റ്റിച്ചിങ് പാർട്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.